ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് മലയാളം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഒരു നീണ്ട ഒരു 10-12-13 ദിവസമൊക്കെ ആയി തോന്നുന്നുള്ളേ. ഇപ്പോഴും എൻ്റെ ഒച്ചയൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്യാപ്പായി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഈ 10-12 ദിവസം നമ്മുടെ ചെടികളൊക്കെ വിട്ടിട്ട് പോയപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ചൊക്കെ നനച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഉള്ള ഈ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ചെടികളൊക്കെ വാടി നശിച്ചു പോയി. എല്ലാം നമ്മളിനി ആദ്യം മുതൽ നോക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് മാറിയിരിക്കുകയാണ്. എൻ്റെ ചങ്ക് തകർന്നു പോയിട്ടോ. എനിക്കിത് കാണുമ്പോൾ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം ഇവിടെ 2-3 ദിവസമൊക്കെ മഴയുള്ളത് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടോ. ഞാൻ വന്ന് പോയതിന് ശേഷമാണ്, ഡ്രസ്സ് എടുക്കാൻ വന്ന് പോയതിന് ശേഷമാണ് മഴ വന്നത് കേട്ടോ. പക്ഷേ ഞാൻ മുമ്പ് വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു സീൻ, ഈ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർ ഒരു ചെടി വാടിപ്പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ടൊരു വിഷമമാണ്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെടിയും ഉണ്ടായിരുന്നില്ല, എല്ലാം തളർന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു മഴ പെയ്തുകൂടെയെന്ന്. കറക്റ്റായിട്ട് അന്ന് മുതൽ ഒരു 2-3 ദിവസത്തേക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാ ചെടിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഇതിൽ പല ചെടികളും പോയിട്ടോ, പല ചെടികളും വെച്ച സ്ഥലമില്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടി വെച്ച് കൊടുക്കുമ്പോൾ അതൊരിക്കലും ഹെൽത്തി ആയിട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് നിൽക്കുന്നതല്ല കേട്ടോ. അതിന് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് ഇത്രയും ഭംഗിയിലും അത്രയും ഹെൽത്തി ആയിട്ട് അത് വളർന്നു വരുന്നത് കേട്ടോ. പലർക്കും അത് അറിയുന്നില്ല. ചെടികളുടെ ഭംഗി നോക്കാനും അല്ലെങ്കിൽ ചെടികൾ കാണുമ്പോൾ ഇഷ്ടം തോന്നിയൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ എത്രത്തോളം ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിന് ഉപരി നമ്മൾ അതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആ ചെടിയിൽ അത്രയും പൂക്കൾ ഉണ്ടാവുന്നത്, അത്രയ്ക്ക് ഭംഗിക്ക് അത് നിൽക്കുന്നത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരു വീടൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് കുറേ ചെടികൾ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് അല്ലേ. പക്ഷെ പലർക്കും അതറിയുന്നില്ല കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് നന്നായിട്ട് കുട്ടികളെ നോക്കുന്ന പോലെ നന്നായിട്ട് പരിചരിച്ചിട്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ചെടികളെ ഭംഗിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ എന്നെപ്പോലെ ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഒരു ചെടി വാടിപ്പോയാലും നമ്മുടെ ചങ്ക് തകർന്ന് പോകും കേട്ടോ. ചിലർക്കത് കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ ഒരു കോമഡി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ ഏട്ടൻ പോയതിന് ശേഷം ഏട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷം എനിക്ക് റെസ്റ്റ്, എൻ്റെ മൈൻഡിലേക്ക് ഹാപ്പിനെസ് കാണുന്നത് എൻ്റെ ഈ ഗാർഡനിലാണ് കേട്ടോ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്നാലും ഞാൻ കൂളാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.